എല്ലാവർക്കും പണത്തെക്കുറിച്ച് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു അച്ചടിച്ചിരിക്കുന്ന പേപ്പറിനപ്പുറത്തേക്ക് നമ്മളെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പവർഫുൾ ഫോഴ്സ് ആണെന്ന് തന്നെ പറയാം. സ്പിരിച്വൽ എനർജിയുടെ വേറൊരു ഫോം തന്നെയാണ്. ബിൽസ് പേ ചെയ്യുന്നതിനും പേഴ്സണൽ ഡിസേർവ്സ് ഫുൾഫിൽ ചെയ്യുന്നതിനുള്ളൊരു വേ മാത്രമായിട്ടാണ് പലരും പണത്തെ കാണുന്നത്. മണി അതിൻ്റെ മെറ്റീരിയൽ ഫോമിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ എനർജി എന്ന പോലെ കാണുമ്പോൾ അതിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള എക്സ്പീരിയൻസസും ലെസൺസും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ടൂളായി പണത്തെ കാണുന്നതിലൂടെ ജീവിതത്തെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും പല ചേഞ്ചസ് കൊണ്ടുവരുന്നതിനും അതിലൂടെ സൊസൈറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കഴിയും. ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ പണത്തെ ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന പോലെയാണ്. പണം ആരുടെ കയ്യിലാണോ അവരുടെ ഇൻറ്റൻഷൻ്റെ ബേസിലാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. പണത്തെ നമ്മൾ ഏൺ ചെയ്യുകയും സ്പെൻഡ് ചെയ്യുകയും സേവ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും എങ്ങനെയാണോ നിങ്ങളുടെ വാല്യൂസിനെയും ബിലീവ്സിനെയും കോൺഷ്യസ്നെസ്സിനെയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ പണവുമായി ഒരു കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നു. അതോടൊപ്പം പണത്തോടുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും ഭയത്തെയും അറ്റാച്ച്മെൻറ്റും അനലൈസ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ വാല്യൂസ് മനസ്സിലാക്കി ഫിനാൻഷ്യൽ ചോയ്സിനെ അതിൻ്റെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിനുള്ള മാർഗം. ഇതിനായി അബൻഡൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹയർ പേർപ്പസിനെയും ലക്ഷ്യങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്തിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആകും എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. നിങ്ങളുടെ പണത്തിൻ്റെ ഒരു പോർഷൻ ഒരു വലിയ ലക്ഷ്യത്തിനോ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനോ വേണ്ടി നിങ്ങൾ കോൺഷ്യസായി മനസ്സോടെ നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ സ്പിരിച്വൽ എനർജിയിൽ ഇൻഫ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്പാഷനേറ്റ് എനർജി വരികയാണ്. ഇതിലൂടെ പണം വാങ്ങിയ ആളെക്കാളും പണം കൊടുക്കുന്നവരുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിന് കാരണമാകുന്നു. ഈ ഒരു കാര്യം നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയും മറ്റുള്ളവരുമായി ഒരു ഇൻ്റർ കണക്ഷനെ സഹായിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അബൻഡൻസിനെ കുറിച്ച് ഡീപ്പായി മനസ്സിലാക്കാനും പണത്തെ സ്പിരിച്വൽ എനർജിയായി കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനും കഴിയുന്നു. സ്പിരിച്വൽ എനർജിയും പണത്തെയും ഒരേ അലൈൻമെൻറ്റിൽ കൊണ്ടുവരുന്നതിലൂടെ ഒരേ ലക്ഷ്യത്തിൻ്റെ രണ്ട് ആസ്പെക്റ്റ് എന്ന് കൺസിഡർ ചെയ്യപ്പെടുകയാണ്. ഈ ഒരു അലൈൻമെൻറ്റിലൂടെ പണവും ആത്മീയതയും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ നർച്ചർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലെ ഓവറോൾ അബൻഡൻസിന് ഒരു ഹാർമോണിയസ് ഫ്ലോ കൊണ്ടുവരികയാണ്. നമ്മുടെ യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു യൂണിവേഴ്സൽ ലോ ബേസ് ചെയ്താണ്. ഈ ലോസ് പെർഫെക്റ്റും ശാശ്വതവുമായിരിക്കും. ദ ലോ ഓഫ് ഗിവിങ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്, നല്ലതോ ചീത്തയോ എന്ന രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്നേഹമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സമൃദ്ധമായി നിങ്ങളിലേക്ക് വരും. നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെയും കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിലൂടെ നിങ്ങൾ ദാനം ചെയ്തത് എന്താണോ അത് സമൃദ്ധമായി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു വഴി ഫോം ചെയ്യുകയാണ്. നിങ്ങൾക്ക് മെറ്റീരിയലായി ഒന്നും കൊടുക്കാനില്ലെങ്കിലോ അല്ലെങ്കിൽ വളരെ കുറവാണെന്ന് തോന്നിയാലും മറ്റുള്ളവരിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പല മാർഗങ്ങളുമുണ്ട്. അതിലൂടെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാനുള്ള ഒരു ഡോർ തുറക്കപ്പെടുകയാണ്. മറ്റുള്ളവർക്ക് ഒന്നും നൽകാതെ സ്വയം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരിലേക്ക് ഒരു ആത്മീയ ദാരിദ്ര്യം ഉണ്ടാവുകയാണ്. ഒരിക്കലും സ്വന്തം സോൾ കണ്ടെത്താനോ കേൾക്കാനോ ഇവർക്ക് കഴിയുന്നില്ല. സ്വയം അവെയർ ആവാനും ഇവർക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ ലൈഫിലെ വിശ്വാസങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എല്ലായ്പ്പോഴും അവസരങ്ങളുണ്ട്. കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമുണ്ടെന്ന ആശയം സ്വീകരിക്കുന്നതിലൂടെ
നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് സ്വയം അട്രാക്റ്റ് ചെയ്യുകയും ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ പണം എങ്ങനെ കാണുന്നു, അതുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇമോഷൻസ്, അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് നൽകുന്നത്, അത് ചിന്തിക്കുക. എല്ലാ തിന്മകളുടെയും മൂലകാരണം പണമാണെന്ന വിശ്വാസത്തെ മാറ്റി നിർത്തുക. പണം നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ അത് ഒരിക്കലും മോശമായ കാര്യമല്ല. ലോകത്തിൽ അതിൻ്റെ ശക്തിയും സ്വാധീനവും തിരിച്ചറിയുക. പോസിറ്റീവ് മാറ്റത്തിനുള്ള ഒരു ശക്തിയാകാൻ പണത്തിന് കഴിയും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്താണോ അത് നിങ്ങളുടെ ഇന്നർ സ്റ്റേറ്റിൻ്റെ റിഫ്ലക്ഷനാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കടബാധ്യതയാൽ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഹീൽ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. പണത്തിൻ്റെ എനർജി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനും ലോകത്തിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുക. ചെറിയൊരു ഔദാര്യ പ്രവൃത്തിക്ക് പോലും വളരെ ആഴത്തിലുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും.